മാത്യു കുഴൽനാടൻ MLA-ക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി AV ജയശങ്കർ ഉണ്ട്. ജയശങ്കർ, എന്താണ് അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു ഇന്നത്തെ സംഘർഷത്തിൽ? അദ്ദേഹം ചികിത്സയ്ക്ക് ശേഷം പുറത്തിറങ്ങുകയാണോ? അനുജ, അദ്ദേഹം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണുള്ളത്. അദ്ദേഹം സ്കാനിങ്ങിന് ശേഷം പുറത്തിറങ്ങുമ്പോഴാണ് നമ്മൾ കണ്ടത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് പോലീസിൻ്റെ ഒരു ഇതിനെ? തീർച്ചയായിട്ടും വളരെ നിഷ്ഠൂരമായ ഒരു മർദ്ദനമാണ് ഇന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തിരുവനന്തപുരത്തുണ്ടായത്. KSUവിൻ്റെ മാർച്ച് മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഞങ്ങൾ DGP ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ തടയുകയും, സാധാരണഗതിയിൽ പോലീസ് ഉണ്ടാവുക ഈ മാർച്ചിന് എതിർവശത്തായിട്ട് തടയുന്നതിൻ്റെ അങ്ങേവശത്താണ് പോലീസ് നിൽക്കാറ്, നമുക്കറിയാം. പക്ഷേ ഇന്ന് പതിവിന് വിരുദ്ധമായി പോലീസ് ഞങ്ങൾ ആ മാർച്ച് എത്തുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ പുറകുവശത്തായി പമ്മിയിരിക്കുന്ന പോലെ, ആദ്യം പോലീസുകാർ അധികം വരെ കാണാണ്ടായിരുന്നില്ല. മാർച്ച് തുടങ്ങി, KSU സംസ്ഥാന പ്രസിഡന്റ് പ്രസംഗം കഴിഞ്ഞു, എൻ്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതോടുകൂടി പുറകിലെ പല ഭാഗങ്ങളിൽ നിന്നായി പോലീസുകാർ സംഘടിതമായി വരികയും ആ മാർച്ചിനെ ചുറ്റും വളഞ്ഞ് നിർത്തി പെട്ടെന്ന് തന്നെ യാതൊരു പ്രകോപനവുമില്ലാതെ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജലപീരങ്കി തുടങ്ങി. ജലപീരങ്കി തന്നെ നമ്മുടെ അവിടുത്തെ വനിതാ പ്രവർത്തകരെ കേന്ദ്രീകരിച്ച് അവർ നിന്നിരുന്ന ഭാഗത്തേക്ക് അടിക്കുകയും ആ സമയത്ത് പോലീസ് ലാത്തിച്ചാർജ് തുടങ്ങി മറ്റ് പ്രവർത്തകരെ അടിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ വന്ന് ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ മർദ്ദനമേറ്റ് വീണു. ആ വീണ് കിടക്കുന്ന ചോരയൊലിപ്പിക്കുന്ന പ്രവർത്തകനെ വളഞ്ഞിട്ട് 4-5 പോലീസുകാർ അടിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ പോയി ഇനി അടിക്കരുതെന്ന് പറഞ്ഞ് തടുക്കുമ്പോൾ എനിക്ക് കയ്യിലും ഇവിടെ ഈ ഭാഗത്തായിട്ടെല്ലാം അങ്ങനെ എൻ്റെ തടി കൊണ്ടത് അങ്ങനെയാണ്. അങ്ങക്ക് ഗുരുതരമായ ഇതുണ്ടോ? ഡോക്ടർമാർ എന്താണ് പറയുന്നത്? അല്ല, ഡോക്ടർമാരിപ്പോൾ ഇത് പരിശോധിച്ചതിന് ശേഷം ഒരു വിശദമായൊരു എക്സ്റേ വേണമെന്ന് പറഞ്ഞു. കാരണം കയ്യിൽ 2-3 അടി ഉണ്ടെന്നുള്ളൂ. അതിനിപ്പോൾ പൊട്ടലുണ്ടോ ഇല്ലയോ എന്നുള്ള എക്സ്റേ നോക്കിയിട്ടേ അറിയാൻ കഴിയുള്ളൂ. മറ്റ് വേറെ ബുദ്ധിമുട്ടുകളോ ശരീരപ്രയാസങ്ങളൊന്നും ഇല്ല. പോലീസ് കരുതിക്കൂട്ടി ഈ മാർച്ചിനെ ഒരു ഇത് കാണിച്ചെന്ന് തോന്നുന്നുണ്ടോ? 100%. അതായത് ഇന്നത്തെ മാർച്ച് വരുന്നത് കാത്ത് പോലീസ് അടിക്കാൻ തയ്യാറായി, അവർ വളഞ്ഞു നിന്ന് അടിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ആ നിലയ്ക്കാണ് അവർ മർദ്ദിച്ചത്. ഒരു കാരണം, ഞങ്ങളൊക്കെ എത്രയോ വിദ്യാർത്ഥി സമരങ്ങളിൽ എത്രയോ പോലീസ് ലാത്തിച്ചാർജിൽ പങ്കാളിയായിരിക്കുന്നു. സാധാരണ പോലീസ് ലാത്തിച്ചാർജിൽ പാലിക്കുന്ന ചില കോഡ്സ് ഉണ്ട്. കോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു നിയതമായ രീതിയുണ്ട് അടിക്കുന്നതിന് പോലും. പക്ഷെ അതെല്ലാം വയലേറ്റ് ചെയ്ത് ഇന്ന് വൈരാഗ്യ ബുദ്ധിയോടുകൂടി പോലീസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. അങ്ങേയറ്റം നിർഭാഗ്യകരമായിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള മർദ്ദനമാണ് പോലീസിന് ഭാഗത്തുണ്ടായത്. കഴിഞ്ഞ ദിവസം സമരത്തിന് പ്രതിപക്ഷ നേതാവൊക്കെ എത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെതിരെയൊക്കെ ഒരു കേസൊക്കെ എടുത്തിരുന്നു. ഇപ്പോൾ ഇന്ന് പോലീസ് അത്തരത്തിൽ എന്തെങ്കിലും ഇത് എടുക്കുമോ? അതിൻ്റെ എന്താണ് അങ്ങനെ? അല്ല, അതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. പോലീസിൻ്റെ എല്ലാ അധികാരവും അല്ലെങ്കിൽ സർക്കാരിൻ്റെ എല്ലാം ഉപയോഗിച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ ഒരു പോലീസ് കേസോട് വന്നെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല. അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. ഇനി ഒരുപാട് അസ്ത്രങ്ങൾ ഏറ്റുണ്ട്, അതുകൊണ്ട് ഇതൊരു അസ്ത്രമായിട്ട് നമ്മൾ കാണുന്നേയില്ല. അതൊക്കെ വേണമെങ്കിൽ അവരെടുത്തോട്ടെ, അത്രേ ഉള്ളൂ. അനുജ, ശരി, അതാണ് മാത്യു കുഴൽനാടൻ MLA-ക്ക് പറയാനുള്ള. നിഷ്ഠൂരമായ തരത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മർദ്ദനമുണ്ടായത് എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ ചികിത്സയ്ക്ക് ശേഷം പുറത്തിറങ്ങുകയാണ്. കൂടുതൽ സ്കാനിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു എന്നതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്.